നമസ്കാരം. കയറ്റുമതിയിൽ മിന്നും കുതിപ്പോടെ ഇന്ത്യ മുന്നേറുകയാണ്. ഇന്ത്യയോട് അസൂയമൂത്ത് ലോകം അന്താളിക്കുകയുമാണ്. ഇന്ത്യൻ വസ്ത്ര വ്യാപാര മേഖല കുതിച്ചുയർന്ന കയറ്റുമതിയിൽ 9.5% വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ പ്രതിസന്ധിയും വെല്ലുവിളിയും നേരിടുമ്പോഴാണ് ഇന്ത്യയുടെ കുതിപ്പ് എന്നതാണ് ശ്രദ്ധേയം. യൂറോപ്യൻ യൂണിയൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പ്രധാന വിപണികളിൽ പ്രതികൂലമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതി 9.59% വർദ്ധിച്ചതായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി റിപ്പോർട്ട് എടുത്തുകാട്ടുന്നുണ്ട്. 2024 മെയ് മാസത്തിൽ വസ്ത്രങ്ങളുടെയും സഞ്ചിത കയറ്റുമതി കഴിഞ്ഞ വർഷം മെയ്യെ അപേക്ഷിച്ച് 9.7% വളർച്ച രേഖപ്പെടുത്തിയതായി CITI അതിന്റെ റിപ്പോർട്ടിൽ എടുത്തുകാട്ടുന്നുണ്ട്. 2024 മെയ് മാസത്തെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കയറ്റുമതി $68.29 ബില്യൺ ഉയർന്നിട്ടുണ്ട്. വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇത് 10.2% വർധനയാണ്. ഏപ്രിൽ മെയ് മാസ കാലയളവിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതി മുൻ വർഷത്തേക്കാൾ 6.04% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കാലയളവിൽ വസ്ത്ര കയറ്റുമതി 4.46% വളർച്ച രേഖപ്പെടുത്തി. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും സഞ്ചിത കയറ്റുമതി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 5.34% വർദ്ധിച്ചു. ഇലക്ട്രോണിക് സാധനങ്ങൾ, മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓർഗാനിക് അജൈവ രാസവസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, ലിനോളിയം, കോട്ടൺ നൂൽ, ഫാബ്സ്, മേക്കപ്പ്, അതേപോലെ തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഗ്രാഫ് അടുത്തിടെ പുറത്തുവിട്ട കയറ്റുമതി ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനിർമ്മിത നൂൽ, അതേപോലെ തന്നെ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ രാജ്യത്തു നിന്നുള്ള കയറ്റുമതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2024 മെയ് മാസത്തിൽ ശക്തമായ ഓർഡർ ബുക്കിംഗിലൂടെ പോസിറ്റീവ് പാത കണ്ടതായിട്ടാണ് അധികൃതർ പറയുന്നത്. US, UAE, നെതർലൻഡ്സ്, UK, ചൈന, സിംഗപ്പൂർ, സൗദി അറേബ്യ, ബംഗ്ലാദേശ്, ജർമ്മനി, ഫ്രാൻസ് എന്നിവയായിരുന്നു ഇന്ത്യയുടെ ആദ്യ 10 കയറ്റുമതി വിപണികളിൽ. ഈ വിപണികളിൽ കയറ്റുമതി ഇരട്ട വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. അത് ചെറിയ കാര്യമല്ല. ചരക്ക് കയറ്റുമതി 9.1% ഉയർന്ന് $38.13 ബില്യൺ എത്തി. അതേസമയം സേവന കയറ്റുമതി 11.7% ഉയർന്ന് $30.16 ബില്യൺ എത്തി. പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മാംസം, ചായപ്പൊടി, കാപ്പിപ്പൊടി, ധാതുക്കൾ, പരവതാനികൾ, കരകൗശല വസ്തുക്കൾ, എണ്ണകൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലും രാജ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അശ്വിനി കുമാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഇത് GDP-യിലും തൊഴിലവസരത്തിലും ഗണ്യമായ സംഭാവനയാണ് നൽകുന്നത്. കൈകൊണ്ട് നെയ്ത തുണിത്തരങ്ങളുടെ ലോകത്തെ മുൻനിര നിർമ്മാതാക്കളും പരുത്തി, ചണം, പട്ട്, കമ്പിളി എന്നിവയുടെ പ്രധാന നിർമ്മാതാക്കളുമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതി ഡാറ്റ പ്രകാരം ടെക്സ്റ്റൈൽസിന്റെ ഇന്ത്യയുടെ മുൻനിര കയറ്റുമതി വിപണികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ്. ജർമ്മനിക്കും ചൈനയ്ക്കും ശേഷം ലോകമെമ്പാടുമുള്ള മൂന്നാമത്തെ വലിയ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. വലിയ പരുത്തി വയലുകളും തിരക്കേറിയ വസ്ത്ര നിർമ്മാതാക്കളുമുള്ള ഇന്ത്യ ലോക ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഒരു വലിയ കളിക്കാരൻ തന്നെയാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ചരിത്രം വിപുലവും പുരാതന കാലത്തേക്കും പോകുന്നുണ്ട്. പരുത്തിയുടെയും ചണത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകർ എന്നതിന് പുറമെ പട്ട്, കമ്പിളി, മനുഷ്യനിർമ്മിത നാരുകൾ എന്നിവയുടെ പ്രധാന ഉൽപാദകരാണ് ഇന്ത്യ. $16 ബില്യൺ മൂല്യമുള്ള 2022 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു. 2030ഓടെ ഇത് $45 ബില്യൺ മറികടക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടെക്സ്റ്റൈൽസിന്റെ പ്രാധാന്യം വലിയ രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇന്ത്യയുടെ വളർച്ചയിൽ ലോകം വലിയ രീതിയിൽ അസൂയപ്പെടുന്നുണ്ട് എന്നതും വ്യക്തമാണ്. എല്ലാ രംഗത്തും ഇന്ത്യ ശോഭിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു രാജ്യത്തിനും നേടാൻ കഴിയാത്ത നേട്ടങ്ങൾ ഇന്ത്യ അനായാസം കൊയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.